ഈ ഒരു കമ്പനീൻ്റെ പേര് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് ഷെർമാക്സ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. പക്ഷേ വണ്ടി അസംബിൾ ചെയ്യുന്നത് ക്യൂജെ മോട്ടോഴ്സിൻ്റെ ചൈനയിൽ നിന്നാണ് കേട്ടോ. വണ്ടികളൊക്കെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഇതിൻ്റെ എൻഡ്യൂറോ മോഡലും അഡ്വഞ്ചർ മോഡലും സ്പോർട്സും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ പല മോട്ടോർ സൈക്കിൾസും വേറെ പല മോട്ടോർ സൈക്കിൾസും ആയിട്ട് നിങ്ങൾക്ക് സമയം തോന്നട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു സിംഗിൾ സിലിണ്ടർ 250cc വരുന്ന കുറച്ച് അഡ്വഞ്ചർ മോഡലുകളാണ്. ഇതൊന്നും റോഡ് ലീഗലല്ല, ഇതിൽ റോഡ് ലീഗൽ മോഡലുകളും ഉണ്ട്. ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറിയും തന്നെ ഒരു മോഡലിനെ കണ്ടിട്ടോ. മുമ്പിൽ 3 വീലൊക്കെ ഏതാ സെറ്റപ്പ്. ഈ ഗോൾഡ് വിങ്ങിൻ്റെ ഒക്കെ ഒരു സൈസിൽ വന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് ഏതാ ബ്രാൻഡും ഒന്നും അറിയില്ല, മിക്കവാറും ചൈന ബേസ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് ക്യൂജെ മോട്ടോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സെയിം വണ്ടി നമ്മളെ നാട്ടിൽ ക്യൂജെ മോട്ടോഴ്സിൻ്റെ SRK എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല വണ്ടികളും, ഇതിലെല്ലാ വണ്ടിയുമില്ല, ചില വണ്ടികളൊക്കെ നമ്മളെ നാട്ടിൽ കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ കറക്റ്റ് ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോബിൻ്റെ ഒക്കെ അതേ ഫീല്. ഇതൊക്കെ ഷെർമാക്സിൻ്റെ ഒരു 800cc V12 എഞ്ചിനാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അപ്പോൾ ഇനി ഒരുപാട് മോഡലുകൾ, ഇതൊക്കെ കണ്ടാൽ കറക്റ്റ് ഇന്ത്യനും ഹാർലിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പല സാദൃശ്യവും തോന്നും. ഭയങ്കര ബൾക്കി സൈസിൽ ലെവൽ സാധനം കേട്ടോ. 2 സൈഡിൽ ബാക്കിലെ സീറ്റിൽ 2 സൈഡിൽ സ്പീക്കേഴ്സും ഭയങ്കര ലെവൽ. ടൂറിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ട് ടൂർ ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഇതൊക്കെ. ഒരുപാട് കാലമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു കമ്പനീൻ്റെ വീഡിയോസ് കാണലുണ്ട് കേട്ടോ. ഇവരെ മാർക്കറ്റിംഗ് അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോഴും അവരെ വീഡിയോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ മെട്രോയിൽ കയറിയിട്ട് ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അടിപൊളി മോഡലുകളാണ് കേട്ടോ. ഇതിൻ്റെ ആ എക്സോസ്റ്റും വേറെ ലെവൽ ലുക്കാണ് ഈ ഒരു വണ്ടികളൊക്കെ. ഷെർമാക്സ് സംഭവം ഇതിൽ ക്യൂജെ മോട്ടോഴ്സ് എന്നുണ്ടെങ്കിലും അടിയിൽ ഷെർമാക്സ് എന്നാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു സ്പെഷ്യൽ വണ്ടി ഉണ്ട്. അത് ഞാൻ ഇത് 2-3 സ്പോർട്സ് ബൈക്കും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ഒരു വണ്ടിയൊക്കെ കണ്ടല്ലോ. ഡുക്കാട്ടിൻ്റെ പല വണ്ടികളും എനിക്ക് തോന്നും. വിങ് ലെഗ്സ്, അതുപോലെ തന്നെ എൻ്റെ ബ്രേക്സൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്സാണ് കേട്ടോ. ബ്രംബോൻ്റെ ബ്രേക്സാണ് ഇതിൽ വരുന്നത്. അപ്പം വേറെ ലെവൽ ലുക്ക് വണ്ടി എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഫീച്ചർ ലോഡഡും ആണ് കേട്ടോ. ഇതൊക്കെ 4 സിലിണ്ടറിൽ വരുന്ന വണ്ടികളുമാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു 1000cc 800cc ഓർ 1000cc ആണ് വരുന്നത്. ഇവിടെ ഉണ്ട് 881 851cc ആണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഇത് നേരത്തെ സ്റ്റാർട്ടാക്കിയത് സൗണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളാണ് കേട്ടോ. ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റൂഡിയം വെച്ചാൽ പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവലായി. ഓൾറൗണ്ട് ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ വേറെ ലെവല് ലുക്ക് തന്നെ കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസാണ് ഇതിലൊക്കെ കൊടുത്തത് കേട്ടോ. കാരണം ഇതൊരു നമ്മളെ ബെനലിയൊക്കെ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വണ്ടികളാണ് കേട്ടോ ബെനലിയൊക്കെ. കാരണം ബെനലി പറഞ്ഞപ്പോഴാണ് ഓർമ്മ, ഇതിൽ വേറൊരു ഐറ്റംസും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ എല്ലാവരും കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ശ്രദ്ധിച്ചറിയാം. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്ലച്ച്ലെസ് പറയും പോലെ മൊത്തം മത്താപ്പ് ഫീച്ചേഴ്സും ലുക്കുമാണ് കേട്ടോ ഇതിൽ കൊടുത്തത്. ഇതിൻ്റെ എക്സോസ്റ്റോ കാണും, എന്തേതും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ കമ്പനി ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ വീല് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളെ ഡുക്കാട്ടിൽ വരുന്ന പോലെ തന്നെ 1 സൈഡ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ മൊത്തം വേറെ ലെവല് ലുക്കാണ് കേട്ടോ സാധനം. ഇതൊരു 900cc ഇൻലൈൻ 4 എഞ്ചിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയും. നമുക്ക് ഇതുപോലത്തെ കുറച്ച് വീഡിയോ ഇനിയും ചെയ്യണം എന്നുണ്ട് കേട്ടോ ഭാവിയിൽ. അതുപോലെ നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റണം എന്നുണ്ട്. കാരണം നമ്മളെ ബൈക്കും വ്ളോഗും ഒന്നും ആയിട്ട് ബന്ധപ്പെട്ടൊരു പേരല്ലാത്തത് കൊണ്ട് തന്നെ മാറ്റണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതിലുള്ള ബാക്കി വണ്ടികളൊക്കെ ആണ് ഒരു 250cc 300cc ഒക്കെ ട്വിൻ സിലിണ്ടർ വരുന്നതൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ലുക്കും ഡിസൈനും ഉള്ള വണ്ടികളാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ട് ഒരു മോഡൽ തന്നെ ഏകദേശം 800cc 600cc വരുന്ന വണ്ടികളാണ്. ഇത് കണ്ടാൽ ഭയങ്കര ഭീകരന്മാരാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് വെച്ചിട്ടുണ്ട്. ഇവനങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വെച്ചോളൂ. കാരണം ബെനലി TRK 502X റീപ്ലേസ് ചെയ്തിട്ട് ബെനലി TRK 552 ആയിട്ട് നമ്മളെ ഇന്ത്യയിൽ വരാൻ പോകുന്നൊരു സാധനമാണ് കേട്ടോ അത്. ഇതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് നമ്മളെ TRK 552X അല്ല, ഇത് ഇന്ത്യയിൽ ഇറങ്ങിയില്ലല്ലേ. ഇതിൻ്റെ ഇഞ്ചിനൊക്കെ നോക്കിട്ടോ, കറക്റ്റ് നമ്മളെ ബെനലി തന്നെ സംഭവം. ക്യൂജെ മോട്ടോഴ്സ് ഒക്കെ ചൈന ബേസ്ഡ് പല ബ്രാൻഡ് നെയിമിൽ പല രാജ്യങ്ങൾ പല മോഡലുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പല സാമ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും, ശ്രദ്ധിച്ച് നോക്കിട്ടോ. കാരണം ഇതിൽ 570cc ആണ്, 552X ആയിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്.
ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇതിനൊക്കെ ഉള്ളത്. ഭയങ്കര അടിപൊളി ലുക്കും മോട്ടോർ സൈക്കിൾസും ആണ് ഇതൊക്കെ. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.